ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നീ വിഷമിക്കണ്ട കേട്ടോ. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. നിന്നെ നല്ലപോലെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അവരങ്ങനെ പറഞ്ഞോ? ഞാൻ നിന്നെ എന്റെ സ്വന്തം അനിയനെ പോലെ നോക്കിക്കോളാം. പക്ഷെ ഞാൻ നിന്നേക്കാളും മൂത്തതല്ലേ? ഞാനല്ലേ ചേട്ടൻ. ചേട്ടനാ നീ. ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെ നിന്നെ നോക്കിക്കോളാം. നിന്നെ ഒരിക്കലും ഞാൻ സങ്കടപ്പെടുത്തൂല. എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരുമോ നീ? പ്ലീസ്. വരാം. എന്നിട്ട് നീ എവിടെയും പോകരുത്. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എപ്പോഴും. ഞാൻ എന്നിട്ടിട്ട് എവിടെയും പോയില്ല. പ്രോമിസ്? പ്രോമിസ്. ഞാൻ കണ്ടില്ലെന്നേ. എണിച്ചില്ലെന്നാ തോന്നുന്നത്. എനിക്കറിയാം അവൻ എണീച്ചിട്ടുണ്ടാവില്ലെന്ന്. 10ാം ക്ലാസ്സിലാന്ന് പറഞ്ഞു ഒരു ബോധം അവനില്ല. പഠിക്കൂല. സ്കൂളിൽ അലമ്പുണ്ടാക്കി നടക്കാവൻ. അവനൊന്ന് നന്നായി കാണാൻ വേണ്ടി ഞാൻ പള്ളിയിൽ എത്ര മെഴുകുതിരി കത്തിച്ചു എൻ്റെ കർത്താവേ. എനിക്കറിയാം അവൻ മെഴുകുതിരിയൊന്നും കത്തിച്ചാൽ നന്നാവില്ല എന്ന്. അവന് നല്ല അടി കൊടുക്കണം, എന്നാലേ അവൻ നന്നാവുള്ളൂ.
എൻ്റെ ആനി നീ ഒന്ന് അടങ്ങ്. ഓ പതിപോലെ രണ്ടുപേരും രാവിലെ തരം തുടങ്ങിയല്ലോ. ഗുഡ് മോർണിംഗ് എവരി വൺ. ഗുഡ് മോർണിംഗ് മോനെ. അതെ, അവൻ എവി എണീച്ചോടാ? അറിയില്ല, ഞാൻ കണ്ടില്ല. ഞാൻ എണീച്ച് വരുന്ന സമയത്ത് അവൻ്റെ റൂമിൽ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ആ, എപ്പോഴെങ്കിലും എണീക്കട്ടെ. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എണീച്ചാ മതി. നിനക്ക് കോഫി വേണോ? ആ വേണം. മമ്മി, ഞാനും വരണം ഹെൽപ്പ് ചെയ്യാൻ. വേണ്ടടാ, ഞാൻ കഴിഞ്ഞു. നീ ഇരിക്ക. അടിപൊളി. ഇത് എരിവാ, അതിങ്ങതാ, ഇതെടുത്തോ. ഓക്കെ ആണോ? എടാ, നീ എന്തിനാ അവന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നേ? നിനക്ക് വേറെ കഴിക്കാൻ തന്നിട്ടില്ലേ? അതിരിക്കുന്ന ആടില്ലേ, അതൊക്കെ എടുത്ത് കഴിക്കാൻ നോക്ക്. ചുമ്മാ അവന്റെ ഫുഡ് നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കും. ഞാൻ ആരും നോക്കി വെള്ളം ഇറക്കിയിട്ടൊന്നുമല്ല. ചുമ്മാ മമ്മി കള്ളം പറയാൻ നിൽക്കല്ലേ. ഓ, ഇവൻ്റെ ഒരു കണ്ണ്. പെട്ടെന്ന് കഴിച്ച സ്ഥലം വിടും, അതോ എനിക്ക് നല്ലത്. എന്ത് ടേസ്റ്റ്. നീ അസൈൻമെന്റ് ചെയ്തോ ആ ഗീതു മിസ്സിന്റെ? ഏത് അസൈൻമെന്റ്? ഞാൻ ചെയ്തിട്ടില്ല. ഫിസിക്സ് ചെയ്തോ? ഞാൻ ചെയ്തില്ല. എന്താടാ? ഓ, നിന്റെ ചേട്ടനല്ല ഇരുന്ന് പഠിക്കുന്നേ. എന്താ അറിയില്ല, ഇങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങ് ചൊറിഞ്ഞ് കയറി വരും. അതെന്താ? എടാ, നിനക്കറിയില്ലേ 10 പഠിക്കുന്ന ദിവ്യാകൃഷ്ണനെ എനിക്കിഷ്ടമാണ്. എത്ര കാലമായി ഞാൻ അവളെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തില്ലേ, അപ്പോൾ അവൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? +2 പഠിക്കുന്ന കാർത്തികേട്ടനെ എനിക്കിഷ്ടമെന്ന്. തകർന്നു പോയി എൻ്റെ ബാല്യം. നിന്റെ ചേട്ടനായി പോയി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അയാളോട് ക്ഷമിച്ചത്. അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കില്ലായിരുന്നു. ആ, മതി നോക്കിയത്. ബാ, ക്ലാസ് തുടങ്ങാനായി. എബി, ആടാ, ഞാൻ വരുവാ. എബി, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ നിന്നെ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയോ? വേടാ, വീട്ടിൽ പോവാം നമുക്ക്. എനിക്ക് ഭയങ്കര വിശപ്പ്. വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പെട്ടെന്ന് തിന്നണം. ഞാനിപ്പോൾ ഇല്ല, നീ പൊക്കോ. കുഴപ്പമില്ല, നീ തിരക്കാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കറക്റ്റ് ഞാനൊരു പ്രാവശ്യം പറഞ്ഞില്ലേ, ഞാൻ വരുന്നില്ല ഇപ്പോൾ വീട്ടിലേക്ക്. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് പ്രാക്ടീസ് ഉണ്ട്, ഞാൻ പോവാം. കുറേ പെമ്പിള്ളേരില്ലേ പുറകിൽ,
അതുങ്ങളെ വെയിറ്റ് ചെയ്യാം അങ്ങോട്ട്. ഓ, ഇവനിവിടെ തന്നെ ഉണ്ടല്ലോ. നോക്കി ദഹിപ്പിക്കണോ? എബി, നീ എന്തായിരുന്നു കറുത്തേന്റെ കൂടെ ഇങ്ങ് വീട്ടിലേക്ക് വരാതിരുന്നേ? അത് മമ്മി, എനിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അതാ ഞാൻ അവൻ്റെ കൂടെ വരാതിരുന്ന. ഇതിനു മുമ്പ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ വന്നോണ്ടിരുന്നേ. ഇപ്പൊ എന്താ? സത്യം പറയടാ, നിനക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നോ? ആ മമ്മി, ഉണ്ടായിരുന്നു. ആ, ആയിക്കോട്ടെ. എന്നാ പ്രാക്ടീസ് ഇനി ഉണ്ടെങ്കിൽ ഇനി ചേട്ടൻ്റെ കൂടെ എങ്ങനെ പോന്നോളാം. പ്രാക്ടീസ് പെട്ടെന്ന് എടുത്തിട്ട് അവിടെ കിടന്ന് ചുറ്റി കളിക്കാൻ നിൽക്കരുത് സ്കൂളിൽ, കേട്ടോ? ആ കാർത്തി, നീ ഇനി അവനെ കൊണ്ട് വീട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ. 10ാം ക്ലാസ്സിൽ ഫൈനൽ എക്സാം ആയി. അപ്പോഴാണ് അവന്റെ പ്രാക്ടീസ്. മമ്മി, ഞാൻ അവനെ വിളിച്ചു തന്നെ. അവനെ വേണ്ടി കാത്തിക്കാനും പറഞ്ഞതാ. അപ്പൊ അവന് പറ്റത്തില്ല. അവൻ പറഞ്ഞു വരുന്നില്ല. എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാന്ന്. ചേട്ടന്മാര് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന്മാരെ അനുസരിക്കണം. മമ്മി ഇങ്ങനെ ചേട്ടൻ ചേട്ടൻ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ സ്വന്തം ചേട്ടനൊന്നല്ലല്ലോ അവൻ. എബി, നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നിന്നെ ഇനി മമ്മി എന്തിനാ അത്ര ദേഷ്യം പിടിക്കുന്നത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്. എന്റെ സ്വന്തം ചേട്ടനൊന്നല്ലല്ലോ അവൻ. അതുകൊണ്ട് എനിക്ക് അവനെ അനുസരിക്കേണ്ട ആവശ്യമില്ല. എബി, നീ ഒരുപാട് സംസാരിക്കുന്നു. സോറി ചോദിക്ക്. ചേട്ടനോട് സോറി ചോദിക്ക്. നീ പറഞ്ഞേനല്ല. എബി, എബി നിക്കവിടെ. മമ്മി വേണ്ട, അത് അവൻ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. മമ്മി എന്തിനാ നിനക്ക് അറിയുന്നേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിഷമമൊന്നുമില്ല. അവൻ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. അല്ലാതെ അവൻ എന്നോട് അങ്ങനെ പറയാൻ പറ്റില്ല. നീ വിഷമിക്കണ്ട. നിങ്ങളുടെ പപ്പ വരട്ടെ. അവന് 4 എണ്ണം കൊടുക്കുമ്പോ അവന് നല്ല ബുദ്ധി വരും. ഞാൻ കരയുന്നില്ല, നീ കരയരുത്. നിനക്ക് മമ്മി ചായ എടുത്തരാം. വാ, അവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ.
ആ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്താ ആനിമോളെ മുഖത്തിനൊരു മാറ്റം? അത് നിങ്ങളുടെ ഇളയ മോനില്ലേ എബി, അവൻ കാരണം ഉണ്ടായതാ. അവനെന്താ പിന്നെ സ്കൂളിൽ അടി ഉണ്ടാക്കിയോ? അവൻ അടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അവൻ അവൻ എന്താ എന്നെ കാർത്തിയോട് പറഞ്ഞെന്നറിയോ? കാർത്തി അവന്റെ ചേട്ടനല്ലാന്ന്, അതുകൊണ്ട് അവൻ അനുസരിക്കുന്ന ആവശ്യമില്ലാന്ന്. അവനെ നമ്മൾ ഇങ്ങനെയാണ് വളർത്തിയത്. അവനെന്ത് വിഷമമായിന്നറിയോ? എന്റെ മുന്നിൽ അവൻ കരയാതിരിക്കാൻ ഒരുപാട് പിടിച്ചു വെച്ചു. എന്നിട്ടും അവന് കരച്ചിൽ വന്നു. കരഞ്ഞു അവൻ? കരഞ്ഞപ്പോഴും അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? എബി അറിയാതെ പറഞ്ഞു പോയതായിരിക്കും അവനെ വഴക്ക് പറയണ്ടെന്ന്. അവനോട് എങ്ങനെ എബിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ? നീ വിഷമിക്കണ്ടടി. അവരെന്തെങ്കിലും തർക്കത്തിലുണ്ടായ കാര്യമായിരിക്കും. അവരെ തന്നെ ശരിയായിക്കൂടും അതൊക്കെ. നീ അതിനകത്ത് ഇങ്ങനെ വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എനിക്ക് വിഷമാവില്ലേ? ഞാനിതൊക്കെ കേട്ടില്ലേ? എന്റെ മുന്നിൽ വെച്ചിട്ട് അവനെ അങ്ങനെ പറഞ്ഞത്. ഞാൻ സഹിക്കില്ലതൊന്നും. എന്റെ ആനിമോളെ നീ ഒന്ന് അടങ്ങ്. അവര് ശരിയായിക്കോളും. ശരിയാവും. അവൻ വല്ലാണ്ട് ശരിയാവും. എനിക്ക് തോന്നുന്നില്ല അവൻ നന്നാവുമെന്ന്. കാർത്തി, ഓ ഇവനോട് ഇനി എന്ത് പറയും? എങ്ങനെയൊന്ന് സോറി ചോദിക്കുക? എന്താ ചോദിക്കുക? സോറി ചോദിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിന് സോറി. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ സോറി വെച്ച് നിനക്കൊന്നും പറയാനില്ലേ? ക്ഷമിച്ചിരിക്കുന്നു, പോരെ? നീ എന്തിനാ എന്നെ നോക്കിയാണ് ശരിക്കുന്നത്? കണ്ണൊക്കെ ചുവന്നിരിപ്പുണ്ടല്ലോ, നന്നായി കരഞ്ഞു അല്ലേ? ഇത്രമാത്രം വിഷമാവുമെങ്കിൽ എന്നോട് എന്തിനാ അങ്ങനൊക്കെ പറയാതെന്ന്? ഞാനോ കരഞ്ഞെന്നോ? ആര് പറഞ്ഞു? എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനെന്തിനാ കരയുന്ന? അല്ലെങ്കിലും നീ കരഞ്ഞു എന്ന് വെച്ച് ഞാൻ കരയേണ്ട ആവശ്യമുണ്ടോ? എനിക്കൊരു വിഷമമില്ല, ഞാൻ കരഞ്ഞിട്ടില്ല. എന്താ? പിന്നെ ആരായിരുന്നു അത്? ആര്? നിന്റെ കൂടെ സംസാരിച്ചോണ്ട് നിന്നില്ലേ അവള്? ആര് സംസാരിച്ചു എന്ന്? എപ്പോ? എവിടുന്ന്? എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിന്റെ കൂടെ സംസാരിച്ചോണ്ടിരുന്നില്ലേ ഇന്റർവെല്ലിന് ഒരു പെണ്ണ്? അവള് ആരാന്ന്? ഓ, ദിവ്യയോ? അവള് തന്നെ. ആരും എനിക്കറിയാൻ പാടില്ല. എന്താ, ലവ? അല്ല. എന്താ, നിനക്ക് അവളെ ഇഷ്ടമാണോ? അയ്യേ, എനിക്കങ്ങ് അവളെ ഇഷ്ടമൊന്നുമല്ല. നീയും ഇഷ്ടപ്പെടണ്ട. അതെന്താ? ഞാൻ ഇഷ്ടപ്പെട്ട എന്താ കുഴപ്പം? അതെനിക്കിഷ്ടമല്ല. എന്ത്? ഞാൻ ഉദ്ദേശിച്ചത്, ഐ മീൻ, പപ്പയ്ക്കും മമ്മിക്കും അതൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല. നീ +2 എത്തിയല്ലേ ഉള്ളൂ. പഠിക്കേണ്ട സമയത്ത് പിള്ളേർ പഠിക്കണം. എന്നിട്ട് നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് പ്രേമിക്കാം, അല്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നീ ഇങ്ങനെ പ്രേമത്തിലൊന്നും ചാടേണ്ട ആവശ്യമില്ല കേട്ടോ. സോ പഠിത്തത്തിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായി പഠിച്ച് വളരാൻ നോക്കുക. എന്നാൽ ശരി, ഞാൻ പോവാം. എനിക്ക് വല്ലാണ്ട് ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. മമ്മി, എബി എന്ത് ചെയ്യാൻ? അവൻ കോളേജിൽ പോയോ? കോളേജിലേക്കാണോന്ന് എനിക്കറിയില്ല, പക്ഷെ രാവിലെ അവൻ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന്. ആണോ? പോയോ? ഞാൻ ഇന്നലെയും കൂടി അവനോട് പറഞ്ഞതാ നിന്റെ കൂടെ പോയാൽ മതിയെന്ന്. അതെങ്ങനെയാ ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ അവൻ? മമ്മി ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അവനെ ആരും റാഗൊന്നും ചെയ്യില്ല. അതിലെനിക്ക് പേടിയൊന്നുമില്ല. അവനെ ആരും റാഗൊന്നും ചെയ്യാമെന്നില്ല. അവനെങ്ങാനും ആരെങ്കിലും എടുത്തിട്ട് അടിച്ചിട്ട് അത് നിനക്കൊരു പ്രശ്നമാകുമെന്നാ എൻ്റെ പേടി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മമ്മി. ഞാൻ എന്നാ കോളേജിൽ പോവാ. ബൈ. അവനെയും കൂട്ടി വാ കേട്ടോ വൈകുന്നേരം. ഓക്കേ.
never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. മോനെ എന്നെ കിടക്കാച്ചി എൻ്റെ ആ മനുഷ്യന്റെ സീനിയർ ആണെന്നാ തോന്നുന്നു. ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാടാ ബാ. അയ്യടാ ഞാനെങ്ങുമില്ല. എന്നിട്ട് വേണം അയാൾ നമ്മളെ റാഗ് ചെയ്യാൻ. ഫസ്റ്റ് ദിവസം തന്നെ പണിയാരെന്ന് വാങ്ങിക്കുന്ന ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്റെ ജെറി. നീ വന്നേ. അങ്ങനെയൊക്കെ ഉണ്ടായാലും എനിക്ക് വീട് ഞാൻ വരൂല. ഇങ്ങനൊരു പേടിത്തണ്ട്. ഞാൻ പോവാ. ഒന്ന് പരിചയപ്പെട്ടിട്ട് എന്റെ കാര്യം. നീ വരുന്നുണ്ടേ വാ. ഇവൻ എന്റെ പോക്ക കണ്ടിട്ടേ ഒട്ടങ്ങുള്ളൂ. ഹലോ ചേട്ടാ, ഹായ്. എന്റെ പേര് ജെറി. ഇത് രോഹിത്. ഹലോ. ചേട്ടന്റെ അടിപൊളി എൻട്രി ആയിരുന്നു. ആ ഞാനും സീനിയറൊക്കെ ആവട്ടെ, എന്നിട്ട് വേണം എനിക്കും ഇതിന് ബൈക്കിലൊന്ന് ചിത്തിട്ട് നടക്കാൻ. Hi, I'm Ibi Matthew. ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ ആയിരുന്നോ? ഞാൻ വിചാരിച്ചു ഫൈനൽ ഇയർ ആയിരിക്കുന്നത്. ഏതാ? BBA. പൊളിച്ച്. നമ്മളിവിടെ ഒരു കലക്ക് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. ആദ്യം നമുക്കൊരു ചായ കുടിച്ചു തുടങ്ങാം. കോളേജിലെ ക്യാൻറ്റീൻ എവിടെ? അവിടെയാണെന്നാ തോന്നുന്നത്. ബാ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരൊറ്റ എണ്ണത്തിന് വരെ ഒരു ആഗിയം കിട്ടുന്നില്ലല്ലോ. രാവിലെ ഒരുങ്ങി കിട്ടി വന്ന വേസ്റ്റ് ആയെന്നാ തോന്നുന്നു. ആണെന്നാ തോന്നുന്നു. അല്ലടാ, 3 പേര് വരുന്നു. ഫസ്റ്റ് ഇയേഴ്സ് ആണെന്നാ തോന്നുന്നു. പിടിച്ചോമാരെ. നിങ്ങളെയോ? കം ഹിയർ. എന്റെ ദൈവമേ, ഒരു ചായ കുടിച്ച് കോളേജ് തുടങ്ങാന്ന് വിചാരിക്കുന്നു. സമ്മതിക്കില്ലേ നിങ്ങള്? എന്താ ചേട്ടന്മാരെ? ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ എല്ലാവരും? എന്താ നിങ്ങളുടെ പേര്? ജെറിൻ തോമസ്. രോഹിത് ആനന്ദ്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? BBA. എല്ലാരും? എല്ലാരും. എന്താടാ നിനക്ക് പേരില്ലേ? അവന്റെ പേര് എബി. അതെന്താ അവന് പറഞ്ഞാല് അവന് നാവില്ലേ? മിണ്ടാൻ പറ്റില്ലേ? ഇനി ഊമയാണോ? വരണേ, എത്ര കാർത്തിക വരുന്നു.
ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലേ രണ്ടുപേരും? എൻ്റെ പേര് അതെ അതെ, ഫസ്റ്റ് ഇയേഴ്സാണ്. എൻ്റെ പേര് ജെറി. എൻ്റെ പേര് രോഹിത്. ഹലോ, എൻ്റെ പേര് കാർത്തിക്. ഫൈനൽ ഇയറാണ്. നീ എന്താ രാവിലെ കഴിച്ചേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നീ എന്താ കഴിച്ചേന്ന്? കഴിച്ചില്ല, ക്യാൻറ്റീനിൽ പോകാൻ നിൽക്കുക. അപ്പോഴാ എന്നാ വാ, ഞാനും വരാം. വേണ്ട, ഞാൻ പൊക്കോളാം. ഞാനും വരാന്നേ, നിനക്കറിയില്ലല്ലോ ഇവിടുത്തെ സ്ഥലമൊന്നും. കാലത്ത് ഞാൻ പറഞ്ഞില്ലേ വേണ്ടാന്ന്. ഇവരും ഉണ്ട്, ഞാൻ പൊക്കോളാം. എന്നാ കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് വെക്കും. ആ പിന്നെ, ഞാൻ നിൻ്റെ അനിയനാണെന്ന് കോളേജിൽ വേറെ ആരും നിൽക്കണ്ട. എനിക്കത് താല്പര്യമില്ല. ഏട്ടാ, അതെന്ത് ശരിക്കും ചേട്ടനാണോ? എന്താ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? സൗന്ദര്യപ്പണം കാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ആ വിശ്വസിച്ചു. പിന്നെ നിന്റെ ചേട്ടൻ അടിപൊളിയാണല്ലോ, കാണാൻ എന്ത് ഭംഗിയാ. അവനെൻ്റെ ചേട്ടനൊന്നുമല്ല. ആ എന്താ പറഞ്ഞ? ഒന്നുമില്ല. ബാ, ക്യാൻറ്റീൻ അതാന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, വാട്ട് എ ഹാൻഡ്സം മാൻ. കാർത്തി, നിനക്കറിയാവുന്ന ആരെങ്കിലും ആണോ അത്? പിന്നെ നന്നായിട്ടറിയാം, എൻ്റെ അനിയനാണ്. ഓ ഗോഡ്, നിനക്ക് ഇത്രയും നല്ല മസിലൊരു അനിയനുള്ള കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. ആള് നിന്നെ പോലെ അല്ലല്ലോ, ഇച്ചിരി ടെററാണല്ലോ. എന്താ പേരെന്താ? പേര് എബി. ഈ വർഷത്തെ അടിക്കുള്ള തിരി കൊളുത്തിയിട്ട് ഇപ്പം പോയിരിക്കുന്നു. അതും ശിവേന്തി അങ്ങായിട്ട്. ഇനി അവന്മാർ ഈ വർഷം എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം. സബാഷ്, ഈ വർഷത്തെ കാര്യത്തിനുള്ള തീരുമാനമായി. ചിരിക്കുന്നോ നീ ഈ സന്ദർഭത്തിൽ? ഞാൻ വിചാരിച്ചു മസിലുള്ളൊരു മൊയിലും കുട്ടിയാവന്നു പോയതെന്ന്. ഇപ്പോഴല്ലേ അറിഞ്ഞത് കാലനാണെന്ന്. നീ ഒന്ന് പേടിക്കാതിരിക്കുക ചെക്ക, അവന്മാർ നമ്മളൊന്നും ചെയ്യില്ല. നിങ്ങളെ അവന്മാരൊന്നും ചെയ്യില്ല, പക്ഷെ എന്നെ അവന്മാരെല്ലാം ചെയ്യും. അതെ, നിന്റെ അനിയനോട് പറഞ്ഞേക്ക് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും തിന്നോളാം. അല്ലെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിലെന്താ, ഈ വർഷം കൂടി അടി കൊള്ളാൻ എനിക്ക് വയ്യ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ ഫ്രഷേഴ്സ് ഡേ അല്ലേ? അപ്പോൾ പുതിയതായി വന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അതുപോലെ നമ്മുടെ കോളേജിൻ്റെ പൊന്നോമനയുമായ കാർത്തികിനെ ഒരു ഗാനം ആലപിക്കാൻ ക്ഷണിക്കുന്നു. തോളിൽ നീ ഏറിയ മാറിവിൽ കാണാ, തോളിൽ നീ മാലിതാ സ്വർഗമേ പോലാ, മെല്ലെ മെല്ലെ ഒന്നു ചായാമോ, തമ്മിൽ തമ്മിൽ ഒന്നു ചേരാനാ, തൊട്ട് 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 നോക്കാമോ, ഒന്ന് തൊട്ടാവാടി നിന്നെ, ഇട്ട് 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 വൈകാതെ കൊഞ്ചം മുട്ടി മെല്ലെ കണ്ണേ. എവിടെ നോക്കിയാണ്? എന്റെ ദൈവമേ, ഇത് ആരാ? ഇത് ആദിമോനല്ലയോ?
അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? നിന്റെ ചേട്ടനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിന്റെ വരവ്. എന്നാ നിന്നിലായിക്കോട്ടെ ഈ വർഷത്തെ തുടക്കം. നിങ്ങളായിട്ട് അടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കാമെന്നായിരുന്നു മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴല്ലേ അറിയുന്നേ നിങ്ങൾ അവനെ തല്ലാനാണ് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ തുടങ്ങേണ്ടി വരില്ലേ? ഇതിവിടെ ഇന്നത്തോടു കൂടി നിർത്തിക്കും. ഇനി അവരെങ്ങനെ തൊടാൻ നിങ്ങളുടെ കൈ പൊക്കിയെന്ന് ഞാൻ അറിഞ്ഞ ഇതായിരിക്കില്ല, കൊന്നു കളയും ഞാൻ. മമ്മി അവൻ എത്തിയില്ല? വന്നിട്ടില്ല. എവിടെങ്കിലും തണ്ടി തിരിഞ്ഞ് നടപ്പുണ്ടാവും. കുറച്ചായിട്ട് ഇപ്പം അങ്ങനെ തന്നെയല്ലേ. അവൻ കോളേജിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടാണല്ലോ. ആ വരുമായിരിക്കും ഇപ്പോൾ. ആ വരാതെ പിന്നെ എവിടെ പോവാനാ? പപ്പ വന്നോ? ആളിന്ന് നേരത്തെ വന്നിട്ടുണ്ട്. എന്തോ ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്ത് തന്നെ ഇരിപ്പുണ്ട്. എനിക്കറിയാൻ പാടില്ല. ഓ അപ്പൊ പപ്പയ്ക്ക് ഇന്നും ഉറക്കമില്ലാത്ത രാത്രിയാണല്ലേ? അങ്ങേര് മാത്രമാണ് കുഴപ്പമില്ലെന്നു. ഇത് എൻ്റെ ഉറക്കം കൂടി അയാൾ കളയും. എന്നിട്ട് പപ്പ കഴിച്ചതാണോ? പിന്നെ കഴിക്കാതെ എത്ര സമയം വെച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും വരുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു അങ്ങനോട് തിന്നോളാം. മമ്മി കഴിച്ചാ? ഞാൻ കഴിച്ചു. നിങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ എനിക്ക് പറ്റില്ല. നീ കൈ കഴുകിയിട്ട് വാ, മമ്മി ചോറെടുക്കാം. വേണ്ട മമ്മി, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്ന. ഓ ആണോ? എന്നാ മമ്മി പോയി കിടന്നു. നേരം ഒരുപാടായില്ലേ? നീയും പോയി കിടക്കാൻ നോക്ക്. പിന്നെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വേണ്ട കേട്ടോ. അവൻ എപ്പോഴാന്ന് വെച്ചാൽ വന്നോളൂ. ഓ ഇവനിത് ഉറങ്ങിയില്ലേ? നീ എന്താ ഇത്ര ലേറ്റ് ആവുന്ന വീട്ടിൽ വരാൻ? അതെനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. നീ എന്താ അവിടെ നിന്നേ? എന്താ മോത്തി കാണുന്നേ? എന്താ പറ്റിയെന്ന്? ഒന്നുമില്ല, ഒന്ന് വീണതാ. നീ വന്നേ, ഇവിടെ ഇരിക്കും, ഞാൻ മരുന്നെടുത്തിട്ട് വരാം. എന്താ? അതൊരു കൊതുക് അതാ. മതി, ഞാൻ റൂമിൽ പോവാ. വേറെ എവിടെയെങ്കിലും മരുന്ന് വെക്കാനുണ്ടോ? അത് ഞാൻ റൂമിൽ ചെന്ന് നോക്കിക്കോളാം. നീ കിടന്നോ. ഗുഡ് നൈറ്റ്.
എബി ഇന്നലെ രാത്രി വന്നോ അതോ പുറത്തെങ്ങനെ കിടന്നുറങ്ങിയോ? വന്നു, ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഇതല്ലേ നിൽക്കുന്നത്, ആള് വന്നില്ലേ? ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. എന്താ മുഖത്തിന്റെ ഒരു ചൈതന്യം. എന്താടാ നീ മോത്തി കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്താ കോളേജിൽ നിന്ന് അടിയുണ്ടായതാ? എന്താ നിങ്ങൾ പറയുന്നേ? എന്താ ഇവിടെ എവി എവി നിന്റെ മുഖത്ത് എന്തേ കാണുന്നേ? ആരാ നിന്നെ അടിച്ചത്? എൻ്റെ മമ്മി ഒച്ച ഉണ്ടാക്കാതിരിക്കും. അതിന് മാത്രമൊന്നും പറ്റിയിട്ടില്ല. 1-2 മുറിവേ ഉള്ളൂ. ഇതാണ് 1-2 മുറിവ്? മുഖത്ത് മൊത്തം പാട. എന്നിട്ട് അവൻ ആരുടെ കൂടെ അടിയുണ്ടാക്കിയിട്ടാ നീ വന്നത് കോളേജിൽ നിന്ന്? നീ പഠിക്കാൻ തന്നെയാണ് കോളേജിൽ പോയത്. 1 മാസം തികഞ്ഞില്ല, അപ്പോഴേക്കും അവൻ അടിയും കൊണ്ട് വന്നിരിക്കുക. എൻ്റെ മമ്മി നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഞാനൊന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോഴാണല്ലോ അവനൊന്നും മിണ്ടാൻ പറ്റാതെ. നിങ്ങൾ എന്താന്ന് വെച്ച് ചോദിക്കും. എന്താടാ മോനെ എബി പറ്റിയേ? കോളേജിൽ നിന്ന് ആരെങ്കിലും റാഗ് ചെയ്താണോ? എന്താ? കോളേജിൽ നിന്ന് ഒന്നുമല്ല. അവൻ കോളേജിൽ നിന്നല്ല അടിയുണ്ടാക്കിയത്, പുറത്തുനിന്ന് എവിടുന്നോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിങ്ങളോട് അവന് വണ്ടിയൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന്. അവൻ ഇച്ചിരി രാത്രിക്കറക്കം കൂടുതലാണ്. നീ വണ്ടി അങ്ങനെ എടുത്താണ്ടല്ലോ, നിന്റെ ബൈക്കെടുത്ത് ഞാൻ അടുപ്പിലിട്ട് കത്തിക്കും. ഓ ആയിക്കോട്ടെ, ഞാനൊന്നും മിണ്ടുന്നില്ല. കോളേജിൽ നല്ല പ്രശ്നം ഉണ്ടായത്. കോളേജിലെ സീനിയേഴ്സ് ആയിരുന്നു. അവർ എന്നെ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട്. സീനിയേഴ്സോ? ആര്? ശിവയും ഗ്യാങ്ങാണോ? നീ ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ അവരെ കോളേജിൽ നിന്ന് ആളെ കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അച്ഛനും മോനും ഒക്കെ ഒരുപോലെ. നീ എന്തിനപ്പോ എന്നെ ഇതിനകത്ത് പിടിച്ചു വലിച്ചിടുന്നേ? പിന്നെ നിങ്ങളും പണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നല്ലേ? ഒന്ന് പറഞ്ഞാൽ രണ്ടത് അപ്പം കമ്പ് പോലും എടുത്ത് നടന്നോളൂ തല്ലാൻ. ആ അടി കണ്ടിട്ടല്ലേ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടെ? ശരിക്കും മമ്മിക്ക് പപ്പേനെ അങ്ങനെ ഇഷ്ടപ്പെട്ട? പിന്നെ എല്ലാ അടിയും വാങ്ങിച്ചു കിട്ടുന്ന മനുഷ്യനെയാണല്ലോ ഞാനിപ്പോൾ ഇഷ്ടപ്പെടാൻ പോകുന്നത്. അയ്യോ, അപ്പൊ പപ്പയ്ക്ക് എപ്പോഴും അടി കിട്ടാറാണോ പതിവ്? ഒരു 5 അടി ഞാൻ അങ്ങോട്ട് കൊടുക്കും, 3 അടി ഇങ്ങോട്ട് കിട്ടും. അത് സ്വാഭാവികം. ആ അടിയാണ് ഇവള് കണ്ടത്. അല്ലാതെ ഞാൻ അങ്ങനെ എപ്പോഴും അടി വാങ്ങിക്കുന്ന ടൈപ്പായിരുന്നില്ല. ഓക്കെ വിശ്വസിച്ചു. പിന്നെ മമ്മി എങ്ങനെ ഓക്കെ പറഞ്ഞത് പപ്പയോട്? ആദ്യം എനിക്ക് ഇങ്ങനെ ഇഷ്ടമേ അല്ലായിരുന്നു. പുറകെ നടന്ന് മനുഷ്യൻ ശല്യപ്പെടുത്തുമായിരുന്നു. അവസാനം ശല്യം ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ പറഞ്ഞു. പപ്പ എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ഒന്നും മിണ്ടാതിരിക്കടി, പിള്ളേരുടെ മുന്നേ വെച്ചെന്റെ വില കളയല്ലേ. അല്ലെങ്കിലും നിനക്കിവിടെ യാതൊരു വിലയില്ല. പിന്നെ നിന്റെ കാര്യം, ഇനി എങ്ങാനും ഓമാരായിട്ട് അടി ഉണ്ടാക്കിന്ന് ഞാൻ അറിഞ്ഞ വീട്ടിൽ കേട്ടില്ല ഞാൻ. കേട്ടോ നീ? കേട്ടു.
ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ കഴിഞ്ഞത് നിത്യയുടെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം BBA ഫസ്റ്റ് ഇയറിലെ വിദ്യാർത്ഥി എബി മാത്യുവിൻ്റെ ഒരു അടിപൊളി ഗാനമാണ്. ലെറ്റ്സ് വെൽക്കം എബി മാത്യു. എൻ്റെ അളി ഒന്നും പറയാനില്ല, അടിപൊളി പാട്ട്. നമുക്കിന്നൊരു കുഞ്ഞു പാർട്ടി ആയാലും ഒരെണ്ണം അടിച്ചിട്ടൊക്കെ വരാടാ. ഞാനും വരുന്നു നിങ്ങളോട്. അതുകൊണ്ടോ നിന്നെ ഒച്ച ഉണ്ടാക്കാതെ. നീയോ എന്താടാ എബി, നമുക്ക് പോയാലോ? ഞാനല്ലടാ, നിങ്ങൾ വെക്കോ. വൈകി വീട്ടിൽ പോയി മമ്മിയുടെ വായിലുള്ള കേട്ട് മടുത്തു. അതുകൊണ്ട് ഇന്ന് നേരത്തെ പോണം. അങ്ങനെ പറയല്ലടാ, വാടാ. നീ ഇല്ലെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല. ബാബാ പോവാം. ഇതേടെ നോക്കണം, ഇതിന്റെ ചേട്ടനല്ല നിൽക്കുന്നേ. ആരാ പുള്ളിയുടെ കൂടെ നിൽക്കുന്നേ? അത് ഐശ്വര്യല്ലേ? ഏതാ അവള്? എടാ ഐശ്വര്യല്ലേ, നിനക്കറിയില്ലേ? തേർഡ് ഇയർ എക്കണോമിക്സിലെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കേളാ. എത്ര പേരാന്നറിയാം അവളുടെ പിന്നാലെ നടക്കുന്നത്. ഞാനും ഒന്ന് നോക്കിയതാ, പക്ഷെ നടന്നില്ല. എന്നെ ഒന്നും മൈൻഡ് ആക്കുക ചെയ്തില്ല. പക്ഷെ നിന്റെ ചേട്ടന് ചാൻസ് ഉണ്ട്. അവളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ പുള്ളി ഒരു പിടി മുന്നില്ല. ഇത് അവള് കൺഫ്യൂസ് ചെയ്യാന്ന് തോന്നുന്നു. ഇച്ചിരി അടുത്ത് നിന്ന് പോയി കേട്ടാൽ എന്താ അവള് പറയുന്നതെന്ന്. മതി കണ്ടത്, പോവാം. എവിടേക്ക്? നിങ്ങളല്ലേ പറഞ്ഞ ബാറിൽ പോവാന്ന്. പോവാം. ശരിക്കും എന്താ പോവാം. എബി നിക്കവിടെ. നിന്നോട് മമ്മി പറഞ്ഞിട്ടില്ലേ ഇത്ര ലേറ്റ് ആയിട്ട് വരരുതെന്ന്? സമയം എത്രയായിരുന്നു നിന്റെ വിചാരം? മമ്മീനെ എന്തിനാ നീ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്നത്? നേരത്തെ കാലത്ത് വന്ന് വീട്ടിൽ കയറിക്കൂടെ നിനക്ക്? അപ്പോ നിനക്ക് ടെൻഷനൊന്നുമില്ല ഞാൻ വീട്ടിൽ വൈകി വരുന്നതെന്ന്? എബി നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. നീ ഉത്തരം പറ. നിനക്ക് ടെൻഷനൊന്നുമില്ല? ഉണ്ട്. സത്യം? സത്യം. നീ റൂമിലേക്ക് നടന്നേ. ഇനി ഇതങ്ങാനും കണ്ട് മമ്മി വന്നിട്ട് വേണം അത് പ്രശ്നമാണ്. നടക്ക്. ഇന്ന് വൈകുന്നേരം എന്തായിരുന്നു? എന്ത്? ഇന്ന് വൈകുന്നേരം നീ ഒരു പെണ്ണോട് സംസാരിച്ചോണ്ടിരുന്നില്ലേ? അവളുടെ കാര്യം. അതാരാ? ഓ ഐശ്യോ. അവളെയാണ്. എന്താ, അവളെ നിനക്ക് ഇഷ്ടമാണോ? നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന്? അല്ല. കാർത്തി, അല്ലാതെ നീ വേറെ ആരെ ഇഷ്ടപ്പെടുന്ന എനിക്കിഷ്ടമല്ല. എബി നീ തമാശ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഏത് നാടകത്തിന്റെ സ്ക്രിപ്റ്റാ? ഞാൻ തമാശ അറിയുന്നല്ലോ നിനക്ക് തോന്നുന്നു. ലുക്കത്ത് നീ കാർത്തി,
എൻ്റെ കണ്ണിലേക്ക് നോക്കൂ. കാർത്തി, നിന്നെ എനിക്കിഷ്ടമാണ്. ഐ റിയലി ലവ് യു. എബി, ഞാൻ നിൻ്റെ ചേട്ടനല്ലേ? നീ എൻ്റെ ചേട്ടനൊന്നുമല്ല. എനിക്ക് നിന്നെ അങ്ങനെ കാണാനും പറ്റില്ല. ഞാൻ മടുത്തു. ഇന്നെങ്കിലും എനിക്ക് നിന്നത് തുറന്നു പറയണം. ഞാൻ ഇന്നലെ ഒന്നല്ല നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല കാർത്തി. നീ എൻ്റെയാ, എൻ്റെ മാത്രം, എനിക്കുള്ളതാണ്. എബി, നീ കള്ളം കുടിച്ച് വായി തോന്നി വിളിച്ച് പറയാൻ നിൽക്കരുത്. ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിപ്പിക്കണ്ടേ? നീ ഒന്നും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഇപ്പൊ ഇവിടെ വെച്ച് നടന്ന എല്ലാം ഞാൻ മറന്നേക്കാം. നീ കിടക്കാൻ നോക്കും. കാർത്തി, ഞാൻ എന്താ പ്രശ്നം? നീ എന്താ ഇങ്ങനെ അകത്ത് തന്നെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ചുമ്മാ. എന്താണെങ്കിലും നീ തുറന്നു പറ. ഇപ്പൊ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരില്ല എല്ലാത്തിനും. ഒന്നുമില്ലെന്നേ. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഇങ്ങനെ അകത്ത് തന്നെ ഇരിക്കുമ്പോഴാ പ്രശ്നം. നീ ഫ്രണ്ട്സിനോട് ഒന്ന് പുറത്തു പോയിട്ട് വാ. 2 ആഴ്ച ഒന്ന് ചുറ്റിക്കറങ്ങുന്നേ. ഇതാരാ ഇത്? ഒരാഴ്ചത്തെ ട്രിപ്പ് പോയ ആളാ. 1 മാസം കഴിഞ്ഞിട്ടാ വരുന്നത്. എവിടെയായിരുന്നടാ നീ ഇത്ര ദിവസം? അത് ഞാൻ പപ്പയോട് പറഞ്ഞാണല്ലോ ഞാൻ 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന്. പപ്പയ്ക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട്? ഓക്കെ, അറിയായിരുന്നു. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഇത്രയും ദിവസം? ഞാൻ എന്തോ ഒരു പ്രാവശ്യം വിളിച്ചെന്ന് അറിയോ കാർത്തി പോകുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട്? കാർത്തി എവിടെ പോവാന്ന് എന്നെ വിളിച്ചില്ലല്ലോ. എന്നിട്ട് അതെങ്ങനെയാ? നീ വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ? എൻ്റെ കൊച്ചു വിളിച്ചിട്ടുണ്ടാവും, നീ എടുക്കാഞ്ഞിട്ടാ. എന്നിട്ട് അവൻ എവിടേക്ക് പോയേ? നീ എന്തിനത്ര ചൂടാവുന്നേ? അവൻ കാനഡയ്ക്ക് പഠിക്കാൻ പോയതാ. നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് അവനാ പറഞ്ഞ എന്നോട്. അവനോട് ആര് പറഞ്ഞു എന്നോട് ചോദിക്കാതെ പോവാൻ? അത് പറയാൻ വേണ്ടി ഞങ്ങളെല്ലാം നിന്നെ വിളിച്ചു, പക്ഷെ നീ ഫോൺ എടുക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ? എന്നിട്ട് അവൻ എപ്പോഴാ പോയേ? ഇന്നലെ രാത്രി ഒന്ന് ഫ്ലൈറ്റ്. നീ ഇതെവിടെ പോവാ? അവൻ ഇന്നലെ പോയി.
don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. പുതിയതാ? യെസ്, വരുന്ന വഴി എൻട്രൻസിൽ വെച്ച് കണ്ട. എങ്ങനെയുണ്ട്? ഞങ്ങൾ തമ്മിൽ നല്ല മാച്ചില്ലേ? നീ എന്തായാലും അവിടെ നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേക്ക്. ഓ മൈ ഗോഡ്, കണ്ട് ഇനി എന്ത്? ഹലോ ബേബി, ഞാൻ വന്നു. ആ പെണ്ണില്ലേ, അവളെന്നെ ട്യൂൺ ചെയ്യാൻ നോക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. എന്ത് ചെയ്യാൻ, എന്റെ സൗന്ദര്യം എനിക്കൊരു ശാപമാണെന്നാ തോന്നുന്നത്. അല്ലേടാ? മതി നിന്റെ ആക്ടിങ്. ഇത് ഞാൻ ആദ്യമായിട്ടൊന്നല്ല കാണുന്നത്. മനസ്സിലാക്കിയല്ലേ? ആക്ച്വലി ഇവരൊന്നും എനിക്ക് ഒന്നുമല്ല, എൻ്റെ ഡാൻസ് പാർട്ട്നേഴ്സ് പോലെ. നീ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ? സൂൺ ടു ബി മൈ ഹസ്ബൻഡ്. അത് ഓർമ്മയുണ്ടായ നിനക്കും കൊള്ളാം. തുടങ്ങി അവൻ ഇന്നത്തെ കരച്ചിൽ. ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ വീട്ടിൽ ചെല്ലുന്ന എല്ലാവരെയും ഒക്കെ ഒന്ന് കാണുക. 2 വർഷമായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയല്ലേ, ചെന്ന് അവനോടൊന്ന് സംസാരിക്കാൻ നോക്ക്. പിന്നെ ജീവിതകാലം മൊത്തം ഇവിടെ നിൽക്കാനാണ് നിന്റെ ഉദ്ദേശം? ഞാൻ എന്താ ഇവനെ ചെയ്യേണ്ടത്? കൊന്നു കളഞ്ഞാലും. ഇവനാണെങ്കിലും നാട്ടിലും പോവില്ല, അവനാണെങ്കിൽ ഇവൻ എവിടെയാണെന്നും അറിയില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ജീവിച്ചിട്ടേ ഉള്ളൂ. ക്രിസ്റ്റി, മതി നിർത്ത്. ഞാനെന്തിനും നിർത്തുന്നേ? ഇവനാണ് നിർത്തേണ്ടത്. എല്ലാ ദിവസവും അവനെ ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ അവൻ ഗണിച്ചെടുക്കത്തൊന്നുമില്ല നിനക്ക് അവന് ഇഷ്ടമാണെന്ന്. എനിക്കിഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും കാലം വളർത്തി വലുതാക്കി പപ്പയോടും മമ്മിയോടും ദ്രോഹം ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ അവനെ എനിക്ക് മറക്കാനും പറ്റുന്നില്ല. കാർത്തിക്, ഞാൻ നിന്നോട് ഇഷ്ടം കൊണ്ട് പറയാം. നീ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കരഞ്ഞു തീർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നീ അവനെ ഒന്ന് ഫോണൊക്കെ ചെയ്തിട്ടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യൂ. അതൊന്നും ശരിയാവില്ല. ശരിയാവില്ല, എനിക്കറിയാം. നീ ഒരിക്കലും ശരിയാവും. നിന്നെ ഉപദേശിക്കുന്ന സമയത്ത് മറ്റേ വാഴ അങ്ങനെ നട്ടാൽ മതിയോ? വാ പോവാൻ വീട്ടില്. ഇനി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരെ ഞാൻ തൂക്കിയെടുത്തോണ്ട് പോരും. അതിനുള്ള ആരോഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് നമുക്കിപ്പം തന്നെ വീട്ടിൽ പോകാം. പിന്നെ ഞാനെങ്ങുമില്ല, ഇതൊന്നും അടിച്ചു തീരാതെ ഞാൻ എവിടേക്ക് വരുന്ന പ്രശ്നമില്ല.
ഉം. ഉം. ഞാൻ ഞാൻ അവന്റെ ആത്മാർത്ഥ സുഹൃത്ത്. കയ്യെന്ന് വിടുക അവന്റെ. ബി വായി തോന്നി വിളിച്ചു പറയാതെ മിണ്ടാതെ വെച്ചു. ഏത് ബി? ആ എബിയാ. കാർത്തിക നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വരുന്നില്ല, എനിക്കിപ്പോ വീട്ടിൽ പോകണ്ട. കാർത്തി, നീ എന്റെ കൂടെ മര്യാദക്ക് വരുന്നുണ്ടോ അതോ ഞാൻ നിന്നെ എടുത്തോണ്ട് പോണോ? എന്താ മമ്മി പറഞ്ഞു വിട്ടതാ? അല്ല, പിന്നെ എന്തിനാ വന്നു? ഇത്രയും കാലം ഇല്ലാത്തൊരു കാണലൊക്കെ. ഞാൻ ചോദിച്ചു, നീ കേൾക്കുന്നില്ലേ? എന്തിനാ വന്നേന്ന്? രണ്ടു വർഷം ഇല്ലാത്തൊരു ബന്ധം പുതുക്കലൊക്കെ എന്തിനാ ഇപ്പോ? നീ ഇരിക്കെ, ഞാൻ വെള്ളം എടുത്ത് പോവാം. 2 വർഷം എടുത്തു വന്നു നിനക്ക് എന്നെ ഒന്ന് കാണാൻ വരാൻ. ഇതിനിടയിൽ ഒരിക്കൽ പോലും എന്നൊന്ന് കാണണം നിനക്ക് തോന്നിയില്ല? കാർത്തിക, അങ്ങനെയല്ല. നീ ഒന്നും മിണ്ടരുത്. എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട. എനിക്ക് നിന്നെ കാണേ വേണ്ട. കാർത്തിക, എന്റെ മുഖത്തേക്ക് നോക്കൂ. ഞാനാണോ നിന്നെ ഇട്ടിട്ട് പോയത്? നീയല്ലേ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്? കാർത്തിക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഐ റിയലി ലവ് യു. നീ ഇല്ലാതെ പറ്റുന്നില്ലടാ. ഇത്രയും കാലം നീ ഇല്ലാതെ ഞാൻ എങ്ങനെ തള്ളി നീക്കുന്ന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇനി എനിക്കൊന്നിനും പറ്റത്തില്ല. എന്നെ ഇഷ്ടമാന്ന് പറയുന്നു, ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. എന്നിട്ട് ഇത്ര കാലം നീ എവിടെയായിരുന്നു? എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് നീ എവിടെയായിരുന്നു ഇത്ര കാലം? ഞാൻ നിന്നെ എങ്ങനെ മിസ് ചെയ്തു നിനക്കറിയാം. ഞാൻ ഇന്ന് വരും നാളെ വരുന്ന എത്ര കാലം. സത്യം, സോറി. I missed you, da. I really miss you. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. I love you. I really love you, da. എണീസോ, എന്താ ഇത് കുടിക്കും? നീ എപ്പോ വന്നു? ഇന്നലെ വന്നതാ? എന്താ
പ്രത്യേകിച്ച് മമ്മി പറഞ്ഞു വിട്ടതാണോ? ആ അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ല? ഇന്നലെ നടന്നൊന്നും നിനക്ക് ഓർമ്മയേ ഇല്ല അല്ലേ? ഇന്നലെ എന്ത് നടക്കാൻ എനിക്കൊന്നും ഓർമ്മയില്ല. ഓ, അപ്പൊ എന്റെ പെണ്ണുമനൊന്നും ഓർമ്മയില്ല. എന്താ ചേട്ടൻ പറഞ്ഞുതരാം എന്താ നടന്നേന്ന്. കള്ളം കുടിച്ച് ബോധമില്ലാതെ എന്നെ നീ ഓരോന്ന് ചെയ്തിട്ട് അവസാനം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ നിൽക്കുക. ഞാൻ അപ്പഴേ പറഞ്ഞതാ ഒന്നും വേണ്ട വേണ്ടാന്ന്. ദേവി, ചുമ്മാ കള്ളം പറയല്ലേ. ഞാനാണോ തുടങ്ങി വെച്ചത്? നീയല്ലേ ആദ്യം. ആ അപ്പൊ ഓർമ്മയുണ്ടല്ലേ എന്താ നടന്നതെന്ന്? ഞാനങ്ങ് പേടിച്ചു പോയി. ദേവി, അത് എനിക്ക് ഇതൊന്നും നടക്കില്ലടാ. ഒറ്റ മിനിറ്റ്, മമ്മി വിളിക്കുന്നുണ്ട്. ഹലോ. ആ എത്തി, രാത്രി എത്തി. ആ അവനിവിടെ ഉണ്ട്. ആ അതാ കൊടുക്ക. ഹലോ മമ്മി. മോനെ കാർത്തി, എന്താണ് തിരക്കിലായിരുന്നോ? 2 ദിവസം വിളിച്ചില്ലല്ലോ. ആ മമ്മി ഇച്ചിരി തിരക്കിലായിരുന്നു, അതാ വിളിക്കാതിരുന്നു. നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നോ? എല്ലാം സോൾവ് ആയില്ലേ? മമ്മി എനിക്ക് നീ ഒന്നും പറയണ്ട. എനിക്കറിയാം നിന്റെ മനസ്സ് എന്താന്ന്. അവന്റെ ഉള്ളിലുള്ളത് എനിക്ക് അന്നേ അറിയായിരുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതില് എനിക്കും പപ്പയ്ക്കും ഒരു വിരോധവും ഇല്ല. ഇനി അതോർത്താണ് നീ വീട്ടിലേക്ക് വരാത്തെങ്കിൽ അതോർത്ത് നീ പേടിക്കുകയും വേണ്ട. പെട്ടെന്ന് പെട്ടിയും കിടക്കിയെടുത്ത് അവന്റെ കൂടെ ഇങ്ങ് പോന്നേക്ക് കേട്ടോ. നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നേ? കരയൊന്നും വേണ്ട കേട്ടോ. എന്തായാലും കൊറേ കാലമൊന്നും ചുറ്റാൻ നിക്കണ്ട, വീട്ടിലേക്ക് വന്നോളൂ കേട്ടോ. ആ വരാ. ഇനി എന്താ പരിപാടി? എന്ത് പരിപാടി? അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എത്രയൊക്കെ ആയ സ്ഥിതിക്ക് ബേബി, നീ ചുമ്മാ കളിക്കല്ലേ. ആ ഇപ്പൊ അങ്ങനെയായോ? ഇന്നലെ കള്ളം കുടിച്ച് ബോധമില്ലാതെ ശരിക്കും ശരിയായില്ല. ഒരു കിസ് തരൂ എനിക്ക് ഇപ്പൊ. ഒരു ഇതിന് പോടാന്നോ? വേണ്ട, വേണം. നീ തരുന്നുണ്ടോ അതോ ഞാനായിട്ട് എടുക്കണം?